ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ത്രെഡ്സ് ഓഫ് ലവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതിന്റെ വേരിയന്റ് ആയിട്ടുള്ള ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൂക്കളും ഇലകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഒരു ഫ്ലവർ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ഡിസൈൻ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ലൈന് വരച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ ഡോട്ട് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ലെയർ ത്രെഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം സൂചി കുത്തിയെടുത്തിട്ട് നമുക്ക് എത്ര ലെങ്ത്തിലാണോ സ്റ്റിച്ച് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ നമ്മൾ വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്ന ആ പോയിന്റിൽ തന്നെയാണ് വീണ്ടും നമ്മൾ സൂചി കുത്തി എടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓരോരോ ചെയിൻ, ഓരോ ലീഫിന്റെ ഒരു ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടുന്നത്. നമ്മുടെ ഡ്രസ്സിലൊക്കെ സിമ്പിൾ ആയിട്ട് ഫ്ലവർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ചാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലവേഴ്സിനും ലീവ്സിനും ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയിലാണ് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഫ്ലവേഴ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലാണ് ഉണ്ടാവുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവർ പാറ്റേൺ ഡിസൈൻ ആണിത്. നമ്മൾ വലിക്കുന്ന സമയത്ത് അധികം ടൈറ്റ് ആക്കി വലിക്കരുത്. നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ത്രെഡ് വലിച്ചെടുക്കേണ്ടത്. ഓരോ പെറ്റൽസിന്റെ ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്. ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഓരോ പെറ്റൽസിന്റെ ഒരു ഷേപ്പിലാണ് നമുക്കിത് ചെയ്ത് ഫിനിഷ് ആകുമ്പോൾ കിട്ടുന്നത്. നമുക്കിത് സ്റ്റിച്ച് ബോർഡിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ബാക്കിൽ കെട്ടിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. കെട്ടിടുന്ന സമയത്തും അധികം വലിച്ച് ടൈറ്റ് ആക്കരുത്. ഈ ഒരു രീതിക്കാണ് നമുക്ക് ലേസി ഡേസിന്റെ സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് മോട്ടീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മുടെ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആട്ടോ വരുന്നത്. ഈ ഒരു മോട്ടീഫിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ്. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ഒരു സ്റ്റിച്ചിന് ഭംഗി ഉണ്ടാവുക. ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ 3 ലെയർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഒരുപാട് ടൈറ്റാക്കി വലിക്കാതെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ ഒരു ഫ്ലവറിന്റെ കറക്റ്റ് ആ ഒരു ഫ്ലവർ പാറ്റേണിൽ കിട്ടുള്ളൂ. ഒരുപാട് വലിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെൻട്രൽ പോർഷനിലുള്ള ഗ്യാപ്പ് ഒന്നും കാണൂല. നമുക്കതൊരു ഭംഗിയിൽ നമുക്ക് ഇത് ഫൈനൽ ലുക്ക് നമുക്കൊരു ഭംഗിയിൽ കിട്ടൂല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിച്ച് ടൈറ്റ് ആക്കാത്ത രീതിയിൽ ആ ഒരു പെറ്റലിന്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റിലെ ഫ്ലവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്ക് സൈഡിൽ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ വരുന്നത്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാം.
നമ്മുടെ ലേസി ഡേസി ഫ്ലവറിന്റെ മോട്ടിഫ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലവറിന്റെ ഒക്കെ സെന്റർ ഭാഗത്ത് ഞാൻ ചെറിയ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ സ്റ്റിച്ച് എത്താത്തത് കൊണ്ടാട്ടോ ഞാനത് കാണിക്കാത്തത്. അതേപോലെ നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിന്റെ ഭാഗത്തൊക്കെ സ്റ്റെം സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലേസി ഫ്ലവേഴ്സ് തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും കഴിയുന്നതും നമ്മൾ ലേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഭാഗത്തൊക്കെ ചെയ്യാം. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ അതിനോട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മോട്ടിഫ് കംപ്ലീറ്റ് ആക്കുക. ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മോട്ടിഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. നന്നായിട്ട് അയൺ ചെയ്ത് 4 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് റെക്കോർഡിലേക്ക് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ സിമ്പിളായിട്ട് റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ അത് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ലേസി ഡേസിൻ്റെ സ്റ്റിച്ച് വരുന്നത്. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തു, അതിനുശേഷം നമ്മൾ മോട്ടിഫും ചെയ്തെടുത്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.